ഹലോ, വെൽക്കം ടു അവർ ചാനൽ WinTrader. ഞാൻ ഇന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. ക്രൂഡ് ഓയിൽ ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലാണ്. നിങ്ങൾക്ക് അത് മേളിൽ നോക്കി അറിയാൻ പറ്റും. MCR എന്ന് വെച്ചാൽ ഷോർട്ട് ഫോമിൽ വരുന്നതുകൊണ്ടാണ് MCX ക്രൂഡ് ഓയിൽ. M5 എന്ന് വെച്ചാൽ മിനിറ്റ് 5 സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ മേളിൽ കാണുന്നത്. സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഇത് ക്രൂഡ് ഓയിലിൻ്റെ ലൈവ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് മേളിൽ കാണാൻ പറ്റും 5071 5071. മേളിൽ ഡിസ്പ്ലേ വരുന്നത് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ്. ഇതിനകത്ത് ഒരു ഡിലേ ഇല്ല. ഇറ്റ്സ് റിയൽ ടൈം ടിക്ക് ബൈ ടിക്ക് ഡാറ്റയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റണ്ണിങ് പോർഷൻ 8.1. ഇതിനകത്ത് ഈ ഗ്രീൻ കളർ അപ്പ് ആരോ നമ്മുടെ ബൈ സിഗ്നലാണ്, റെഡ് ഡൗൺ ആരോ നമ്മുടെ സെൽ സിഗ്നലാണ്. ഇത് രണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആകുന്ന സിഗ്നൽസ് ആണ്. ആ സിഗ്നൽസ് വരുന്ന സമയത്ത് നമുക്ക് അലേർട്ട് മെസ്സേജ് കിട്ടും. നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. അതൊരു സൗണ്ട് സൗണ്ടോട് കൂടിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമുക്ക് ബൈ ചെയ്യണം, ഏത് റേറ്റിൽ സെൽ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് എഴുതി വരും. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതുണ്ട് W88 ബൈ സിഗ്നൽ ട്രിഗർഡ് ഇൻ MCR ക്രൂഡ് ഓയിൽ 5 മിനിറ്റിൽ 50:25 വന്നതാണ്. അതിൻ്റെ ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 9:05 വന്ന സിഗ്നലാണ്. അപ്പോൾ മേളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് മേളിലും ഡിസ്പ്ലേ വരും. 5025 നമ്മൾക്ക് ബൈ വന്ന് അത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 70 ആണ്. 70 അതായത് 25 നിന്ന് 70 ആ ഒരു പ്രൈസ് അനുസരിച്ച് നമ്മൾ 71 ആയിപ്പോൾ. അപ്പോൾ 46 പോയിന്റ് നമുക്ക് പ്രോഫിറ്റിലാണ്. ആ സിഗ്നൽ വന്നിരിക്കുന്ന ടൈമാണ് 9:05 ഇന്നത്തെ ഡേറ്റിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ടാർഗറ്റിൽ സ്റ്റാറ്റസിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. 25 വന്ന സിഗ്നൽ അനുസരിച്ച് നമ്മുടെ ടാർഗറ്റ് 3 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഈ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് തരുന്നതെന്ന് വെച്ച് നമ്മൾ എല്ലാ സിഗ്നലും നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ കൺഫർമേഷനും കൂടെ ചെക്ക് ചെയ്യണം. അതായത് ഒരു സിഗ്നൽ കൺഫേം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ബൈ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ബൈയുടെ ഫസ്റ്റ് കൺഫർമേഷൻ അതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ബൈയുടെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും താഴത്ത് ഇതുപോലെ പ്രൈസ് ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തും ബൈ സോൺ ആയിരിക്കണം. പിന്നെ സെക്കൻഡ് കൺഫർമേഷൻ സിഗ്നൽ വന്നിരിക്കുന്ന താഴത്ത് നിങ്ങൾക്ക് ഒരു ബാർ കാണാൻ പറ്റിയത്. ഈ ബാർ നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. ബാറിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കണം. അതായത് ഇപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ എൻ്റർ ചെയ്യാം. അതായത് ബൈ സിഗ്നൽ വന്ന ശേഷം നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. പ്രൈസിയുടെ ബൈ സോൺ ആയിരിക്കണം, ബാറിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും. രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ എൻ്റർ ചെയ്യാം. അതനുസരിച്ച് ഏറ്റവും താഴത്ത് സ്റ്റോപ്പ് ലോസ് കിട്ടും. അതും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. താഴത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ടാർഗറ്റ് 1, 2 and 3 3 ടാർഗറ്റും വരും. അപ്പോൾ ഈ 3 ഇപ്പം നമുക്ക് ഈ രാവിലെ വന്ന സിഗ്നൽ അനുസരിച്ച് ഈ 3 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എൻ്റർ ചെയ്ത് നമ്മുടെ ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത ശേഷം ഈ സിഗ്നൽ കണ്ടിന്യൂ ചെയ്ത് പോകും. അതായത് ട്രെൻഡ് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ സിഗ്നലും കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞുതരും, റീ എൻട്രി ചെയ്യാനുള്ള. റീ എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ നമുക്കൊരു പുതിയൊരു എൻട്രി പോയിന്റും പറഞ്ഞുതരും, പുതിയൊരു ടാർഗറ്റും പറഞ്ഞുതരും. അപ്പോൾ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ പ്രൈസിൽ എൻട്രി ചെയ്യാം, രണ്ടാമത് എൻട്രി ചെയ്യാം. നമുക്ക് അങ്ങനെ റീ എൻട്രി ചെയ്യണമെന്ന് വേണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള സിഗ്നൽ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ ഇതിനകത്ത് ഈ നോർമൽ നമ്മുടെ ക്യാൻഡലിൻ്റെ കളർ റെഡും ഗ്രീനുമാണ്. അതായത് ഇപ്പോൾ ബൈയിലോട്ട് പോകണ മാർക്കറ്റ് ആണെങ്കിൽ അത് ഗ്രീനിലോട്ടായിരിക്കും. കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ ആയിരിക്കും. സെല്ലാണെങ്കിൽ അത് റെഡ് ആയിരിക്കും. ഈ റെഡും ഗ്രീനും അല്ലാതെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഓറഞ്ച് കളേഴ്സ് ഉണ്ട്, വൈറ്റ് ക്യാൻഡിൽസ് വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, അതുപോലെ MD ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്ത് വരും. അത് ഈ സൈഡ് വേ ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. അതായത് മാർക്കറ്റ് സൈഡ് വേയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് വേ ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സിൻ്റെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൈഡ് വേ ഇൻഡിക്കേഷനാണ്. നമ്മൾ സൈഡ് വേ മാർക്കറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരും. നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കളർ റെഡും ഗ്രീനുമാണ്. അതല്ലാതെ വരുന്ന കളേഴ്സ് എല്ലാം സൈഡ് വേ ഇൻഡിക്കേഷൻസ് ആണ് തരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു റെഡ് സ്റ്റാർസ് വരുന്നുണ്ട്, താഴത്തൊരു ബ്ലൂ സ്റ്റാർസ് വരുന്നുണ്ട്. ഈ റെഡ് സ്റ്റാർസ് ആണ് റെസിസ്റ്റർ ലെവൽ എന്ന് പറഞ്ഞാൽ, ഈ ബ്ലൂ ആണ് സപ്പോർട്ട് ലെവൽ. അപ്പോൾ നമുക്ക് റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് കയറത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇവിടെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതുണ്ട്, ഈ ഓരോ ബ്രേക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് രണ്ടാമത് ഇനിയിപ്പോൾ ലാസ്റ്റ് ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്താണെങ്കിൽ പിന്നെ മാർക്കറ്റ് കയറി പോകത്തേ ഉള്ളൂ. ഇനി ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റണ്ണിങ് പോർഷൻ. ആക്ച്വലി നമ്മൾ സോഫ്റ്റ്വെയർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 2009 തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ റണ്ണിങ് വേർഷൻ നമ്മുടെ 8.1 ആണ്. പിന്നെ സ്കാനർ 1.2 ആണ്. ഇനി നമ്മളൊരു വേർഷനും കൂടെ റിലീസ് ആകും. അത് ഒരു 3-4 മാസം കൂടെ എടുക്കും. ഈ കോവിഡിൻ്റെ ഇതിലാണ് നമുക്ക് ഇച്ചിരി ഡിലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സ്കാനറാണ് 1.2 സ്കാനർ. അതിനകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ MCX ആണ് NSEയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ MCX NSE FOREX ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് സോഫ്റ്റ്വെയർ നമുക്ക് ഈ സ്കാനർ നമുക്ക് സിഗ്നൽസ് പറഞ്ഞു തരും. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഞാൻ താഴത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ക്രൂഡ്,
ഞാനിപ്പോൾ ക്രൂഡ് ആഡ് ചെയ്ത് അതിൻ്റെ ഇപ്പുറേ ബാങ്ക് നിഫ്റ്റി ഉണ്ട്. ഇതുപോലെ നമുക്ക് ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്തിടാം. അതല്ലാതെ സ്കാനറിലും ആഡ് ചെയ്യാം. അതല്ലാതെ നമുക്കിങ്ങനെ ഇപ്പോൾ ഉണ്ട്, ഇത് ഫോറക്സിൻ്റെ ആണ്, AUD USD ആണ്. അപ്പോൾ അതിനകത്ത് ഇത് 1 hour ടൈം ഫ്രെയിമിലാണ് സെൽ സിഗ്നൽ വന്നത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്കിത് നമ്മൾ എല്ലാത്തിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് കോപ്പറാണ്. കോപ്പറിൽ നമുക്ക് ബൈ വന്നിരിക്കുന്നത് വെച്ചാൽ 711.60 ബൈ വന്ന് അത് വന്നിരിക്കുന്നത് 10.55 ഇന്നത്തെ ഡേറ്റിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച്. ഇങ്ങനെ ഇത് ഡീറ്റെയിൽസ് നമുക്കിങ്ങനെ മീൻസ് ആ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മേളിൽ നോക്കി അറിയാൻ പറ്റും. നമുക്ക് ഏത് ചാർട്ടാണ് വേണ്ടത് ഇതുപോലെ 1 by 1 ആയിട്ട് ആഡും ചെയ്യാം. ഈ ചെയ്യുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളൊരു 10 ചാർട്ട് അല്ലെങ്കിൽ 15 ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു സിഗ്നൽ ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ക്രൂഡില്ല അല്ലെങ്കിൽ കോപ്പറില്ല അല്ലെങ്കിൽ ഫോറക്സിൽ ഏതെങ്കിലും പേരിൽ നമുക്ക് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് അലേർട്ട് നമ്മൾ ഏത് ചാർട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെ അലേർട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ആ ചാർട്ടിലോട്ട് എത്താം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട് ഉള്ളത് മീൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഫുൾ നമ്മളിവിടുന്ന് പറഞ്ഞു തരും. നമുക്ക് നോർമൽ നമ്മുടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ പേയ്മെൻറ്റ് ഇട്ട ശേഷം ഒരു 10 മിനിറ്റിൽ നമ്മൾ ഇത് ഡയറക്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് തരും നിങ്ങളുടെ സിസ്റ്റത്തിൽ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് ഗംഗ എന്നാണ്. എൻ്റെ നമ്പർ 9061973737. ഈ നമ്പറിൽ ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്. അതിനകത്ത് ഡയറക്റ്റ് മെസ്സേജും അയക്കാം. പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് www.wintradersoft.com എന്നാണ്. താങ്ക് യു.